എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇത് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ടെറസിൽ നിന്ന് കാണുന്നതാണ്. നല്ല മൂടൽ മഞ്ഞാണ്. നിങ്ങൾക്ക് ക്യാമറയിൽ എത്ര കാണുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ നല്ല മൂടൽ മഞ്ഞാണ്. സൂര്യൻ ഇങ്ങനെ വരണോ വരണ്ടയോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അത് ഞാനൊന്ന് മേലെ പോയി ഞാൻ എടുത്തതാണ് കേട്ടോ. അത് കഴിഞ്ഞ് താഴെ വന്ന് ഞാൻ കുളിക്കുന്നതിലിടക്ക് നമുക്ക് മീൻ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ കൊഞ്ചിൻ്റെ ഒരു കറിയും ഫ്രൈയും, പിന്നെ നമ്മുടെ മുള്ളങ്കിയില്ലേ, റാഡിഷ് എന്താണ് നിങ്ങൾ പറയാമെന്നറിയില്ല, അതും ക്യാരറ്റും ഉള്ളിയൊക്കെ ഇട്ടൊരു തോരനും. ഇതൊക്കെ തട്ടിക്കൂട്ട് പരിപാടിയാണ് കേട്ടോ. ഇത് മക്കൾക്ക് അതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അവർക്ക് മനസ്സിലാകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാരറ്റ് ചേർക്കുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലാവത്തില്ലെന്ന് വിചാരിക്കുന്നു. കുളി കഴിഞ്ഞു കേട്ടോ. കുളി കഴിഞ്ഞപ്പം ഒന്ന് നല്ല വെയിലടിക്കുന്നുണ്ട് പുറത്ത്. അപ്പോൾ കുറച്ച് ഭയങ്കര തണുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ മുടി ഒക്കെ ഒന്ന് തോർത്തിനെ കൊണ്ട് തന്നെ അങ്ങ് കെട്ടി. അപ്പം നോക്കുമ്പോൾ നമ്മുടെ ഹോളിൽ വെച്ച ചെടിയുടെ വെള്ളം ഇല്ലാത്ത പോലെ ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട്. അതിൽ കുറച്ച് വെള്ളം നനച്ചിട്ട് അതൊന്ന് കുറച്ച് നേരം അവിടെ വെക്കും, അല്ലെങ്കിൽ നമ്മൾ അവിടെ എല്ലാം വെള്ളമാവത്തില്ലേ. അതുകൊണ്ട് അങ്ങനെ അപ്പോൾ തുടങ്ങുകയാണ്. ഇനി ലഞ്ചിൻ്റെ പരിപാടി തുടങ്ങുകയാണ്. ലഞ്ചിൻ്റെ പരിപാടി നമ്മുടെ സാമഗ്രികളെല്ലാം എടുത്തിട്ട് റെഡി ആയിരിക്കുകയാണ്. പിന്നെ നമ്മുടെ മീനിനെയും നോക്കണ്ടേ നമ്മൾ. അപ്പം മീനിന് ഫുഡൊക്കെ കൊടുത്തു, അവനെ കുറച്ച് നോക്കി, അങ്ങനെ അത് അവിടെ വെച്ചു കേട്ടോ. മീൻ എടുത്ത് മാറ്റുന്നുണ്ട്. മീനെന്ന് പറഞ്ഞാൽ ഒരു 1/2 കിലോ മീൻ വാങ്ങിച്ചതാണ്. അതിൽ നിന്ന് കുറച്ച് ബാക്കി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം ലഞ്ചിന് ഇവിടെ ഞാൻ മാത്രമേ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. കുട്ടികൾ വരുമെന്ന് തോന്നുന്നില്ല. അവരൊക്കെ ഫ്രണ്ട്സുമാരെ കൂടെ പോയിട്ടുള്ളത് കേട്ടോ. 3 ആളും പോയിട്ടുള്ളത്. അപ്പോൾ 3 ആളെന്ന് പറഞ്ഞാൽ 2 ആൾ എൻ്റെ മക്കളും, ഒന്ന് അനിയത്തിയുടെ മോനാണ്. അവനൊരു എക്സാമിന് വേണ്ടി വന്നതാണ്. അപ്പോൾ അവനും കറങ്ങാൻ പോയി, എല്ലാവരും കറങ്ങാൻ പോയി. ഞാൻ ഒറ്റക്കാണ് ഇവിടെ. അപ്പോൾ നമ്മൾ കറിയിലേക്ക് ഇനി എങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നത് നോക്കാമല്ലോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടി പറയാം, എല്ലാവരൊന്നും കാണുന്നില്ലല്ലോ. ഒരു കഷ്ണം മാങ്ങയുണ്ട്. ഞാൻ അച്ചാറിന് വേണ്ടിയിട്ടൊരു മാങ്ങ വാങ്ങിയിട്ടുണ്ട്. ഒറ്റൊരു മാങ്ങ വാങ്ങിയതാണ്. അത് ഒരു മാങ്ങ തന്നെ 60 രൂപയായിട്ടുണ്ട്. അതിന്നൊരു പീസ് എടുത്ത് വെച്ചു. അച്ചാറിന് ഞാൻ ഇന്നലെ തന്നെ അത് മുറിച്ച് ഉപ്പിട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇന്ന് നമുക്ക് ഉണ്ടാക്കണം, ഒരു അച്ചാറും കൂടി ഉണ്ടാക്കണം. അപ്പോൾ മുളകും മല്ലിയല്ല മുളക്, പിന്നെ മഞ്ഞൾ, ഉപ്പ്, പിന്നെ നമ്മുടെ പച്ചമുളക്, തക്കാളി, കറിവേപ്പില ഇതൊക്കെ ഇട്ട്, പിന്നെ നമ്മൾ കുറച്ച് വറക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് മുളകും മഞ്ഞളും ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് അതും കൂടി ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വാങ്ങുന്ന മാങ്ങയ്ക്ക് വലിയ പുളി ഉണ്ടാവില്ല, അതുകൊണ്ട് കുറച്ച് പുളിയും കൂടി ഒഴിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് എനിക്കിഷ്ടം. വെറും മാങ്ങ ഇടുന്നതല്ല, കുറച്ച് പുളിയും കൂടി വെക്കും, വേറെ ഒരു ടേസ്റ്റാണ്. അതിന് വേണ്ടി തേങ്ങ അരക്കണ്ടേ. അപ്പോൾ തേങ്ങ അരക്കാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സിയിൽ ഇഞ്ചി ഒന്ന് മുറിച്ചിടുന്നുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ തേങ്ങ, കുറച്ച് മഞ്ഞൾ, മുളക്, അത് മാത്രമേ ഇടത്തുള്ളൂ കേട്ടോ. നമുക്ക് ഉള്ളിയുള്ള പരിപാടിയൊന്നുമില്ല കറിയിൽ. ഇതാണ് തലശ്ശേരിയുടെ കറി. നിങ്ങളിതൊന്ന് നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കണം, ടേസ്റ്റ് ഉണ്ടോയെന്നൊന്ന് നോക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് തോരനുള്ളത്. അപ്പം മീൻ അവിടെ വെച്ചിട്ടുണ്ട്. മീനെന്ന് പറഞ്ഞാൽ ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം, മാങ്ങയും ആ കൊഞ്ചൊക്കെ കുറച്ച് വലുതാണ്, അപ്പം ഒന്ന് വേവല്ലോ എന്ന് വെച്ച് അങ്ങനെ അതിൽ കറി. പിന്നെ ഞാൻ അത് ഒന്ന് വേവണം എന്ന് പറഞ്ഞാൽ വലിയ വേവില്ല, അത് ചൂടായി കഴിയുമ്പോൾ നമ്മളെ കറിയുടെ അരപ്പങ്ങോട്ട് അങ്ങ് ചേർക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. മീൻ കറി വേറെ ഇതിൽ എണ്ണയൊന്നും യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ എല്ലാവരും. അപ്പം നമുക്ക് ഈ തോരനുള്ളത് മുറിച്ചിട്ടുണ്ടേ. അത് ഈ കട്ടിങ് ഇതുണ്ടല്ലോ, നമ്മൾ കട്ട് ചെയ്യുന്ന ആ ഇതിലൊന്നും വെച്ചിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ കട്ട് ചെയ്യാൻ ഇഷ്ടമല്ല. എനിക്ക് കയ്യിൽ വെച്ചിട്ട് കട്ട് ചെയ്യാനാണ് ഇഷ്ടം. കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ രീതിയിലൊന്നും ആവുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാനതൊക്കെ മാറ്റി വെച്ച് 2 പച്ചമുളക് എടുക്കുന്നുണ്ട്, കുറച്ച് ക്യാരറ്റും കട്ട് ചെയ്യണം, പിന്നെ ഉള്ളിയും, പിന്നെ നല്ലോണം തേങ്ങയിടും, കുറച്ച് മഞ്ഞൾ, കുറച്ച് മുളകും, കുറച്ച് ഉപ്പും. ഇതാണേ തോരൻ്റെ പരിപാടി. കറിവേപ്പില ഉണ്ടെങ്കിൽ ഇടാം. എൻ്റെ കറിവേപ്പില കുറച്ച് ഞാൻ ഇട്ടിട്ടുണ്ട്, അത്രയേ ഉള്ളൂ കറിവേപ്പില. അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് തോരനുണ്ടാക്കണം. അതിൽ ഉപ്പും മുളകും മഞ്ഞളൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഞെരടിയിട്ട് അത് നമുക്ക് തോരനുണ്ടാക്കണം. പിന്നെ മീൻ അവിടെ ആവുന്നുണ്ടാവും. മീൻ തിളക്കുമ്പം കുറച്ചൊരു അത്രയല്ലേ വേണ്ടു മീൻ തിളച്ചുകൊണ്ടിരിക്കുകയാണേ. അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കൊഞ്ച് ഫ്രൈ ഉണ്ടാക്കണ്ടേ. അത് ഇരുമ്പിൻ്റെ ചട്ടിയിലേക്ക് വെച്ചിട്ടുണ്ട്. ഈ ചട്ടിയാണ് എൻ്റെ പ്രിയപ്പെട്ട ചട്ടിയാണ്. കുറേ വർഷമായി. ഇതിപ്പം മോന് നമ്മൾ ആദ്യമായിട്ട് പിന്നെ ജമ്മു കാശ്മീരിലേക്കാണ് പോയത്. അപ്പോൾ എൻ്റെ അമ്മ വാങ്ങിച്ചു തന്ന ചീനച്ചട്ടിയാണ്. അതുകൊണ്ട് അത് എന്തോ അതിനോട് വലിയ ഇഷ്ടമാണ്. അത് നല്ലോണം നമുക്ക് രീതിയിലുള്ളൊരു നല്ല ചട്ടിയായി മാറിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അച്ചാർ ഉണ്ടാക്കണ്ടേ. തോരൻ അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്
അച്ചാറിൽ കടുക് പൊട്ടിച്ച് ഉണക്കമുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു, പിന്നെ നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഒന്ന് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്യുക കേട്ടോ. ഫ്രൈ ചെയ്തിട്ട് അതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് കുറച്ച് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്യണം, എന്നാലേ അതാവത്തുള്ളൂ. കാരണം ഇത് ഞാൻ മാങ്ങ ഇട്ടാൽ പിന്നെ കുക്ക് ചെയ്യില്ല കേട്ടോ. അപ്പം നിങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. അതിന് ശേഷം മുളക്, കശ്മീരി മുളകും നമ്മുടെ സാധാരണ മുളകും കൂടി ഞാൻ പൊടിച്ചതാണേ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്ത് പൊടിച്ചതാണ്. അതുകൊണ്ട് നല്ല കളറും ഉണ്ടാവും, എരിവും ഉണ്ടാവും. അപ്പോൾ അതുണ്ട്. കുറച്ച് പിന്നെ നമ്മുടെ ഇത് ഉലുവയുടെ പൊടിയുണ്ട്, പിന്നെ മഞ്ഞൾ, കുറച്ച് മഞ്ഞൾ, മുളക്, ഉലുവാപ്പൊടി, നല്ലോണം നമ്മുടെ ഇതും വേണം, കായം പ്രധാനമാണ് കേട്ടോ. അതും കൂടിയിട്ട് കുറച്ച് വിനാഗിരി കേട്ടോ. കുറച്ച് അധികമായി പോയോ എന്നൊരു സംശയം. വെള്ളം ഒഴിക്കത്തില്ല ഒട്ടും. പിന്നെ അപ്പം എന്നിട്ട് പിന്നെ നമുക്ക് കുറച്ച് ശർക്കര, അതായത് വെല്ലം ഒന്ന് പൊടിച്ചിട്ട് അതും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് യോജിപ്പിക്കുക. ഞാൻ മാങ്ങ ഇന്നലെ മാങ്ങ നല്ലോണം മുറിച്ചിട്ട് ഉപ്പും കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ട് ഇന്നലെ രാത്രി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതങ്ങോട്ട് അതിൽ ശർക്കര ഇട്ടതിന് ശേഷം അപ്പോൾ തന്നെ ഞാൻ ഗ്യാസ് ഓഫാക്കി കേട്ടോ. ഗ്യാസ് പിന്നെ ഓൺ ചെയ്യാൻ പാടില്ല, ഗ്യാസ് ഓഫാക്കി. നല്ല അച്ചാറാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ അച്ചാർ റെഡി. മീൻ വറുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ തോരൻ അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുവിധം ഒക്കെ ആയേ. ഇനി ചോറ് വെക്കണ്ടേ നമുക്ക്. ഇപ്പോൾ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോറിന് വെള്ളം വെച്ചു. പിന്നെ ഇടയ്ക്ക് നിങ്ങളെ നോക്കി ചിരിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് എന്നെ അറിയില്ല, എന്നാലും ഒരു ഫീലാവണ്ടേ ഞാനിവിടെ ഇരുന്ന് പണിയെടുക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് നിങ്ങളെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നത്. അപ്പോൾ ചോറ് റെഡിയാകുന്നുണ്ട്. അപ്പം മീൻ വറുക്കുന്നത് ഒന്ന് മറിച്ചിട്ടുണ്ട്. ഇനി കഴിഞ്ഞു കേട്ടോ. അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്.